നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളുമായിട്ട് നിനക്ക് എന്താണ് ഇടപാട്? രോഹിത്തെ, എനിക്ക് സംസാരിക്കാനുണ്ട്. നീ ആദ്യം കുറഞ്ഞ് കൈയെടുക്ക്. ഇവിടെ വച്ച് ഇവളുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായ നിനക്ക് തന്നെ നാണക്കേട്. പിന്നെ അടിച്ചു തീർക്കാനാണെങ്കിൽ കായബലത്തിൽ നിന്നേക്കാൾ അല്പം മുന്നിൽ ഞാനാ. പോരെങ്കിൽ നീ ആയുർവേദ ചികിത്സയുടെ പത്തിത്തിരും. ഇവിടെ ഇവളുടെ മുന്നിൽ കിടന്ന് ചുമ്മാ തല്ലുകൊള്ളണോ? നിനക്ക് കിട്ടുന്ന ഓരോ അടിയും എവളെ സന്തോഷിപ്പിക്കുകയുള്ളൂ. അത് വേണോ? നമുക്കേ കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. സംസാരിക്കുന്ന ഇവളെ കേക്കണ്ട. വാ വാ. ഭാര്യയെ ഒരു അന്യപുരുഷന്റെ കൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന ഒരു ഭർത്താവിന്റെ രോക്ഷപ്രകടനം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവളുടെ പേരിൽ അത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടോ? നിന്നെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിട്ടതും അടിവാര സെറ്റിൽമെന്റ് കോളനി വെച്ച് കൊല്ലാൻ ആളെ വിട്ടതും ഒക്കെ എവളാണെന്ന് ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും അക്കാര്യമൊക്കെ നിനക്കറിയാം. അതിനു മുമ്പും പിൻപും നിന്നെ നിന്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുത്തിയതും നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണം എവളാണെന്ന് നിനക്കറിയാം. പിന്നെയും നിനക്ക് എന്തിനാടാ എവളെ? അവളെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. പക്ഷെ അവളുടെ സമ്മതം ഇല്ലാതെയാ അതെങ്കിൽ അത് വേറെ സീനാ. എടാ, പെണ്ണുങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന നിയമമാണ് നമ്മുടേത്. കോടതിയിൽ ഇപ്പൊ നിൽക്കുന്ന കേസ് വരെ തിരിഞ്ഞേക്കാം. ഇപ്പൊ നിന്റെ അമ്മയെ പൂട്ടിയിട്ടില്ല അവള് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നത്. ബലമായി പിടിച്ചുകൊണ്ടുപോയി നീ അവൾ അവിടെ നിർത്തിയ നിന്റെ അമ്മയെ തല്ലി കൊല്ലുക വരെ ചെയ്തെന്നിരിക്കും. എവളെ അതിനും മടിക്കില്ല. അതിനു പകരം അവള് ശിക്ഷിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അതിന് പല കാരണങ്ങളുണ്ട്. രോഹിത്തിന്റെ പത്തി മടങ്ങി. ബാലേന്ദ്രൻ കണക്കിന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കേസ് കഴിയുന്നത് വരെ ഇനി ഈ പൊട്ടനെ കബളിപ്പിച്ച് കഴിയാം. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ സീനുണ്ടാക്കാതെ ചെല്ലി പോയി നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ചെല്ലടാ. മരുമകന്റെ ജീപ്പിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ കണ്ടെത്തിയ പോലീസ് അത് സ്റ്റേഷനിലെത്തിച്ചു. ഇങ്ങനെയാണ് ഞാൻ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നത്. അയ്യോ സാറ്, പിന്നെ അവക്ക് സിവിൽ സർവീസ് അല്ല, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ലിസ്റ്റിൽ പോലും ഒരു സർക്കാർ ജോലി സ്വപ്നം കാണാൻ പറ്റില്ല. നിങ്ങളെ കളക്ടറമ്മേ ഒരു കൊച്ചിനെ ഒക്കെ തൊച്ചുകൊണ്ട് തെണ്ടും. മാഡം, വിഷ്ണു എന്തൊക്കെ അബദ്ധങ്ങളെ കാണിച്ചു കൂട്ടുന്നേ? അതല്ല മാം,
ഒരു സാധാരണ പൗരന് ഒരുപാട് പരിമിതികളുണ്ട് വിഷ്ണു. സിനിമയെ കാണുന്നല്ല ജീവിതം. സിറ്റിസൺ എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. ഞാൻ തന്നെ അത് മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. അതല്ല മാഡം, ശാലിനി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകുന്നോണ്ടാ ഞാൻ. എനിക്ക് മനസ്സിലാവും വിഷ്ണു, പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ചെയ്തത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്റെ മാഡം, എനിക്ക് മുമ്പിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്തോന്നാലും നേരിട്ടല്ലേ പറ്റുള്ളൂ. എങ്ങനെയാലും കേസ് ഒത്തുതീർപ്പാക്കാൻ നോക്ക്. ആ എങ്കിൽ ഞാൻ അകത്തോട്ട്. ശരി. ഇല്ല സാർ, വിടില്ല. ആ അത് ഞാൻ നോക്കിക്കോളാം. ശരി സാർ, ഓക്കെ. സാറേ, താക്കോല്. വണ്ടി തട്ടിയെടുത്തോണ്ട് പോയിട്ട് തിരികെ താക്കോല് തന്നിട്ട് പോകാൻ ഇതെന്താടാ റെന്റേ കാർ ഷോറൂമോ? ഞാൻ ഇവിടെ വന്ന് കുറേ നേരം നിന്നിട്ടും പ്രതികരണമൊന്നും ഇല്ലാത്തോണ്ടാ. വന്ന് നിന്നാൽ ഉടനെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യാൻ നീ ആരാടാ, DGPയോ? സാറേ, ഞാനൊരു പ്രശ്നത്തിന് വേണ്ടി വന്നല്ല. ഇതൊരു കോംപ്രമൈസ് ആക്കണം തന്നെയാണ് എന്റെയും. പോലീസുകാരന്റെ ദേഹത്ത് കൈവച്ചിട്ടാണോ അതിന്റെ കോംപ്രമൈസ്? സാറേ വേണ്ട. നിക്കടാ അവിടെ. വേണ്ട സാറേ, ഈ മൂഡിലിപ്പോ ഞാനും സാറും തമ്മിൽ ശരിയാവൂല. പോലീസുകാരന്റെ മേത്ത് കൈവച്ചു എന്നുള്ള പേരുദോഷം പിന്നെ എന്റെ മേല് വീഴും. അതുകൊണ്ട് വേണ്ട. ഭീഷണിയാണോടാ? വേണ്ട സാറേ, വിട്ടേക്ക്. എന്തായാലും ചന്ദ്രബോസ് സാറ് വന്നിട്ട് നീ പോയാ മതി. എപ്പോ വരും നിങ്ങളുടെ ഈ ബോസ് സാറ്? അത് സാറിനെ അറിയും. അപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം. ബോസ് സാറ് വരുമ്പോ വിളിപ്പിച്ചാ മതി. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. നിക്കടാ അവിടെ. ഇയാള് നീ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. ഇവിടെ വിഷ്ണു പോവെന്ന് പറഞ്ഞാ പോയിരിക്കും. പറയുന്ന വിഷ്ണുവാ, മറക്കണ്ട. അങ്ങോട്ട് നോക്കടാ. മോനെ, ശാരദാമ്മേ, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേലേ ചന്ദ്രബോസ് സാറ് വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.